ഹലോ, ഞാൻ നിത ഫാത്തിമ. ഞാൻ +2 കഴിഞ്ഞിട്ട് ബി.ഫാം എന്നുള്ള കോഴ്സായിരുന്നു എടുത്തത്. അത് +2 കഴിഞ്ഞ പാടന്നെ എടുത്തിട്ടുണ്ട്. അത് പഠിച്ചുകൊണ്ട് 2 ഇയേഴ്സ് അത് പഠിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അന്നപ്പോഴാണ് എനിക്ക് ഹോസ്റ്റലിൽ നിന്നിട്ട് തീരെ പറ്റാണ്ടായി. അൾസറിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമായി കുറേ ലീവ് എടുക്കേണ്ടി വന്ന്. പിന്നെ അതിൻ്റെ കുറച്ച് ഹോസ്റ്റലിൽ നിൽക്കുന്നതിനനുസരിച്ച് എനിക്ക് എന്താ പറയുക, മെഡിസിനും കാര്യങ്ങളും എടുത്താലും അതിനൊരു ഫുള്ളി അത് മാറാത്ത രീതിയിലായി. അപ്പോൾ ഹോസ്റ്റലും ഒഴിവാക്കേണ്ടി വന്നു, വീട്ടിൽ നിന്ന് പോയി വരുന്ന അതാക്കേണ്ടി വന്ന്. അപ്പം അങ്ങനെയൊക്കെ ആയി. പിന്നെ കുറേ ലീവായി. അതുകൊണ്ട് തന്നെ എക്സാം എഴുതാൻ പറ്റാണ്ടായി. സെക്കൻഡ് ഇയറിലുള്ള എക്സാം തേർഡ് സെമ്മ് എക്സാം എഴുതാൻ പറ്റാണ്ടായി. അപ്പം ഒബ്വിയസ്ലി എഴുതാൻ പറ്റാണ്ടായാൽ സപ്ലി ആവുമല്ലോ. അങ്ങനെ അത് സപ്ലി ആയി. അപ്പം കുറച്ചുകൂടി ടെൻഷൻ കൂടി. അപ്പം ഈ ഒരു ഹോസ്റ്റലിൽ നിന്നാൽ എനിക്കത് അവരുടെ ബാക്കിയുള്ള കുട്ടികളെ പോലെ അതെന്നെ ക്യാച്ച് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുള്ളൂ. വീട്ടിൽ വന്ന് പോകുമ്പോൾ എനിക്കത് പഠിക്കാനും എന്താ പറയുക, പഠിച്ചെത്താൻ പറ്റാത്ത രീതിയിലായി. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഫുള്ള് ഒരു ടെൻഷൻ കാര്യങ്ങളായി. കുറേ കൗൺസിലിംഗ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തീരെ പറ്റാണ്ടായപ്പോൾ ഞാനത് ബി.ഫാം ഒഴിവാക്കി. പിന്നെന്ത് ചെയ്യും? പിന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും അവർ നമ്മളോട് ആദ്യം തന്നെ എഗ്രിമെൻ്റ് എഴുതി വാങ്ങല്ലോ. പിന്നെ തുടർന്നു പോയിട്ടില്ലെങ്കിൽ അവർ പറയുന്ന പൈസ അടയ്ക്കണം എന്നുള്ള രീതിയിൽ എഴുതി വാങ്ങല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ആയിട്ട് പിന്നെ അവിടേക്ക് തീരെ പോകാണ്ടായി. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, +2ൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലില്ലാണ്ടായി. അപ്പം ഞാനിനി എന്ത് ചെയ്യും എന്നുള്ളത് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എനിക്ക് ഇഗ്നോൻ്റെ ഇതിനെപ്പറ്റി ഞാൻ അറിയുന്നത്. അപ്പം പിന്നെ കുറച്ച് സമയം എടുത്തിട്ടോ അതിൽ നിന്ന് റെഡിയായി വരണ്ടേ. അപ്പം പിന്നെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ ഇഗ്നോൻ്റെ ഇതിനെ രജിസ്റ്റർ ചെയ്ത്. അപ്പം എല്ലാവരും പറഞ്ഞു ഭയങ്കര സിമ്പിളാണ്, കമ്പാരിറ്റീവ്ലി ബി.ഫാമിനെ വെച്ച് കമ്പയർ ചെയ്തുമ്പോൾ ഒന്നുമില്ല പഠിക്കാൻ, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആരെയും സഹായം ഇല്ലാണ്ട് കുറേയൊക്കെ യൂട്യൂബ് നോക്കിയിട്ടും, പക്ഷെ എത്ര ആയാലും എനിക്കൊരു പ്രോപ്പർ ഐഡിയ ഒന്നിനെ പറ്റിയിട്ടും കിട്ടുന്നില്ല. കാരണം ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സോ എന്താണ് BBA എന്നുള്ളതോ ഒന്നും എവിടുന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് പിന്നെ അതുമല്ല, ഒരു മെൻറ്ററോ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എക്സാം എപ്പോഴാണ് എന്തൊക്കെയാണ് പ്രോപ്പറായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഒരു ബ്രീഫായിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് വരും കറക്റ്റായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഒന്നും കൂടെ പഠിക്കാനുള്ള ഒരു ഇത് ഇഷ്ടമാണ്. അല്ലാണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാണെങ്കിൽ വേണ്ടാത്തതും വേണ്ടിയതിനേക്കാളും കുറേ വേണ്ടാത്ത പഠിക്കുന്ന ഒരു ടൈപ്പിലാണ്. കാരണം എല്ലാം ഇങ്ങനെ വായിച്ച് ക്യാച്ച് ചെയ്ത് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും എന്നോട് മിസ്സായിപ്പോവും. അതുകൊണ്ടായിരുന്നു ഞാൻ ബി.ഫാം പഠിക്കുമ്പോൾ തന്നെ ഹോസ്റ്റൽ ചൂസ് ചെയ്തത്. അപ്പോൾ അവിടെ ആകുമ്പോൾ ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു എനിക്ക് BBA പഠിക്കുമ്പോഴും ആരും ഇല്ലാത്ത ഹെൽപ്പില്ലാണ്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ എക്സാമൊന്നും കറക്റ്റ് ടൈമിങ്ങോ കാര്യമോ ഒന്നും അറിയുന്നില്ല, എപ്പോഴാ ടൈം ടേബിളോ ഒന്നും അറിയാൻ പറ്റാണ്ടായി. അങ്ങനെയാണ് ഞാൻ ലേൺവൈസിനെ അറിയുന്നത്. അത് യൂട്യൂബ് അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഞാൻ ലേൺവൈസ് എന്നുള്ള ആപ്പ് അറിയുന്നത്. യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഐഡിയ ഒക്കെ കിട്ടി ലേൺവൈസിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ ആരോട് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും അതിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, BBA സിമ്പിളാണ് എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ എന്ത് പഠിക്കണം, ഏതാണ് പഠിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയയും കിട്ടാണ്ടായി. ടെക്സ്റ്റ് ബുക്ക് ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിലുള്ള വാസ്റ്റ് സാധനം പഠിക്കണോ, അതെങ്ങനെയാ പഠിക്കുക, അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലാണ്ടായി. അപ്പോഴാണ് ലേൺവൈസിൽ ജോയിൻ ചെയ്ത്. അപ്പം ജോയിൻ ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ആപ്പിലുള്ള മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ബ്രീഫായിട്ട് എല്ലാം ഉണ്ട്, വിത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അതിൽ 4 മാർക്കുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് വരെ എനിക്ക് വേണ്ടി ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ അതിലുണ്ട്. ടെൻഷൻ തന്നെ കുറഞ്ഞ കാര്യം. ബി.ഫാം പഠിച്ച് അങ്ങനെ ഒരായ ആൾക്ക് വേറെ എന്ത് വിഷയം എടുത്താലും പിന്നെ പേടിയാണ്, ടെൻഷനാണ്. പക്ഷെങ്കിൽ
ഇത് നമ്മളെ കയ്യിലൊരു മെറ്റീരിയലും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഉണ്ടാകുമ്പോൾ കുറേയൊക്കെ ടെൻഷൻ കുറഞ്ഞല്ലോ. എപ്പോഴായാലും എടുത്ത് പഠിക്കാനുള്ള സാധനം എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യമായി. അങ്ങനെ ഇപ്പം അങ്ങനെയല്ല, ഞാൻ ഏറ്റവും കമ്പ്യൂട്ടർ ആയാലും ബാക്കിയുള്ള സബ്ജക്റ്റ് ആയാലും എനിക്ക് അറിയുന്ന സബ്ജക്ട്സ് ആണല്ലോ. നമ്മൾ 10th വരെയൊക്കെ പഠിച്ച സബ്ജക്ട്സ് ആണല്ലോ. എന്നാലും നമുക്ക് ചെറിയ ബേസിക് ഉണ്ടല്ലോ. എനിക്ക് തീരെ ഒരു ബേസിക് ഇല്ലാത്തത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ടാണല്ലോ. അപ്പം ഞാൻ കൂടുതൽ അതിലാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇനി എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നല്ലോ, അതുകൊണ്ട് ഇനി കമ്പ്യൂട്ടറൊക്കെ ഒന്ന് വായിച്ച് ജസ്റ്റ് എന്താണെന്നൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇനി ഒന്ന് പഠിക്കാനും ഇതാക്കാനൊക്കെ ഇനിയും ചെയ്യാനുണ്ട്. പിന്നെ കറക്റ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് ബ്രീഫായിട്ട് അതിൽ കൊടുത്തോണ്ട് തന്നെ കുറച്ചും കൂടി സിമ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ.